കുച്ച് കുച്ച് ഹോത്താ ഹേ എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് കരൺ ജോഹർ എങ്ങനെ ലാൻഡ് ചെയ്തു എന്നും അതുപോലെ തന്നെ അതിലെ ആർട്ടിസ്റ്റുകളൊക്കെ എങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിച്ചു എന്നൊക്കെ നമ്മളൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ നടന്ന കുറച്ച് ഇൻസിഡൻസും അതേപോലെ തന്നെ റിലീസിനോടനുബന്ധിച്ചിട്ട് കരൺ ജോഹർക്ക് ഒരു വധഭീഷണി വന്ന കഥയൊക്കെയാണ്. 1998 ദീപാവലിക്കാണ് കുച്ച് കുച്ച് ഹോത്താ ഹേ റിലീസായത്. ഇപ്പോൾ നമ്മൾ മറ്റൊരു ദീപാവലി സീസണിലാണ് നിൽക്കുന്നത്. അപ്പോൾ 27 വർഷമായി കുച്ച് കുച്ച് ഹോത്താ ഹേ റിലീസായിട്ട്. അപ്പോൾ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന പോലെ ഈ ഷാറൂഖ് ഖാൻ്റെ ഇതിന് മുമ്പത്തെ സിനിമയായിരുന്ന ആദിത്യ ചോപ്രയുടെ തന്നെ സിനിമ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെയിലൊക്കെ കരൺ ജോഹർ അസിസ്റ്റൻ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഷാറൂഖ് ഖാനായിട്ടൊരു സൗഹൃദം ഉണ്ടാവുന്നു. ഷാറൂഖ് ഖാൻ ഡേറ്റ് കൊടുക്കുന്നത്. പിന്നെ കജോൾ വന്നു. അതുപോലെ തന്നെ നമ്മുടെ റാണി മുഖർജി, പുതുമുഖമാണ് റാണി മുഖർജി ഇതിൽ വരുന്നു. പിന്നെ സൽമാൻ ഖാൻ ഇതിലൊരു എക്സ്റ്റൻഡഡ് ക്യാമിയോ, പക്ഷേ ഗംഭീരമായിട്ടുള്ള റോളാണ്. സൽമാൻ ഖാൻ കരൺ ജോഹറുടെ അച്ഛനോടുള്ള ബന്ധം, യാഷ് ജോഹർ എന്ന് പറയുന്ന ഒരു വലിയൊരു മനുഷ്യനുള്ള ബന്ധത്തിൻ്റെ പുറത്ത് ആ ഒരു സിനിമ കമ്മിറ്റ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ ആദ്യത്തെ ദിവസം കരൺ ജോഹറുടെ ആദ്യത്തെ സിനിമയാണ് സംവിധാനം ചെയ്യുന്നത്. ഷൂട്ടിങ്ങിൻ്റെ ആദ്യത്തെ ദിവസം കരൺ ജോഹർ ഷൂട്ടിന് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ കരൺ ജോഹറുടെ അമ്മ മകനോട് പറഞ്ഞതൊക്കെയാണ്. കരൺ ജോഹർ എന്നോട് പിന്നീട് ആത്മകഥയിലേക്ക് എഴുതിയിട്ടുള്ളത്. അത് അമ്മ പറഞ്ഞു, നിനക്ക് കോൺഫിഡൻ്റ് ആണോ, നിനക്ക് ഉറപ്പാണോ, നിനക്ക് എല്ലാം അറിയാം. അത് അമ്മയ്ക്ക് വളരെ പേടിയുണ്ടായിരുന്നു. കാരണം ഒരു ചീത്തപ്പേര് ഉണ്ടാക്കരുത്, സിനിമയാണ്, ഒരു സിനിമ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മോശമായാൽ പിന്നീട് ചീത്തപ്പേര് ഒരിക്കലും മാറില്ല എന്നൊക്കെ പറഞ്ഞാൽ അമ്മയുടെ ഒരു പേടിയാണ്. പക്ഷേ അങ്ങനെ അമ്മയുടെ അച്ഛൻ്റെ കന്യകരൊക്കെ വാങ്ങി കരൺ ജോഹർ സിനിമ ചെയ്യാൻ ഇറങ്ങുന്നു. കരൺ ജോഹർ അച്ഛൻ തന്നെയാണ്, യാഷ് ജോഹർ തന്നെയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഷാറൂഖ് ഖാൻ 2 ഡേറ്റാണെന്ന് അച്ഛന് കൊടുത്തത്. ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയും, പിന്നൊന്ന് ഈ പറയുന്ന കരൺ ജോഹർക്ക് വേണ്ടിയുള്ള കരൺ ജോഹറിന് ഇൻഡിപെൻഡൻ്റ് ആവുന്ന കുച്ച് കുച്ച് ഹോത്താ ഹേക്കും. അങ്ങനെ 2 ഡേറ്റാണെന്ന് ഷാറൂഖ് ഖാൻ യാഷ് ജോഹറിന് കൊടുത്തത്. അങ്ങനെ ഷൂട്ടിൻ്റെ ആദ്യ ദിവസം കരൺ ജോഹർ ലൊക്കേഷനിലേക്ക് എത്തുന്നു. അപ്പോൾ അന്ന് അതിലെ ഒരു സോങ് സീക്വൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫറാഖ് ഖാനാണ് അതിൻ്റെ കൊറിയോഗ്രാഫിയൊക്കെ. അപ്പോൾ ആദ്യത്തെ ദിവസം കജോൾ കരൺ ജോഹറിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. കജോൾ പറഞ്ഞത് കരൺ ജോഹറിൻ്റെ അടുത്ത് പറഞ്ഞു, കരൺ നിങ്ങളാണ് ഇതിൻ്റെ ഡയറക്ടറായിരിക്കണം, ഈ ഒരു ടീമിൻ്റെ ലീഡർ. അപ്പോൾ നിങ്ങളെല്ലാവരും ബഹുമാനിക്കണം, കുറച്ച് പേടിയൊക്കെ വേണം. അപ്പോൾ നിങ്ങളത് ചെയ്യേണ്ടത്. അപ്പോൾ കരൺ ജോഹർ നമുക്കറിയാവുന്ന ഒരു പയ്യനാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ കജോൾ പറഞ്ഞത്, എൻ്റെ അടുത്ത് പൊതുവെ ഞാനാണല്ലോ ഒരു നായിക, അപ്പോൾ എല്ലാവർക്കും എന്നോട് ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾ ചൂടാവണം. ആദ്യത്തെ 2 ദിവസമൊക്കെ വെറുതെ എൻ്റെ അടുത്ത് ചൂടാവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ അടുത്ത് ചൂടാവുക എന്ന് പറയുമ്പോൾ കരൺ ജോഹർ ഒരു പുലിയാണെന്നുള്ള ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ഇമേജ് ആളുകളുടെ ഇടയിൽ വരും, സെറ്റിലൊക്കെ അങ്ങനെ വരും. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇത് ചെറിയ രീതിയിലൊക്കെ കരൺ ജോഹർ അടുത്ത് ചൂടായി. പക്ഷേ അതൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി എന്നൊക്കെ കരൺ ജോഹർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ 2 ദിവസം കഴിഞ്ഞ്, 2 ദിവസമല്ല, ആ ഒരു ദിവസം തന്നെ ഇവർക്കൊക്കെ മനസ്സിലായി ഇതൊന്നും എന്താ പറയുക തമാശയായിട്ട് ചെയ്യുന്നതാണെന്നൊക്കെ. പിന്നെ വളരെ സ്മൂത്തായിട്ട് തന്നെ ആ ഒരു സോങ് എന്താ പറയുക സിനിമയുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞു. ഈ സമയത്താണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന സിനിമ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കരൺ ജോഹറുടെ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്ത് ഷാറൂഖ് ഖാൻ നായകനായിട്ട് അഭിനയിച്ച് ഡ്യൂപ്ലിക്കേറ്റ് സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നു. ആ സിനിമ ഫ്ലോപ്പായി. അപ്പോൾ ഇത് ഫ്ലോപ്പായത് കുച്ച് കുച്ച് ഹോത്താ ഹേയെ ബാധിച്ചു എന്നുള്ളതാണ്. കാരണം കുച്ച് കുച്ച് ഹോത്താ ഹേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്ന് ഏറ്റിരുന്ന പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും ആ ഒരു സിനിമ അതൊന്ന് പിന്മാറി. അവർക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യം. കാരണം നമുക്കറിയാം ഒരു സിനിമ ഫ്ലോപ്പായാൽ ഒരു നായകൻ്റെ താരമൂല്യത്തിന് എത്രത്തോളം അത് ബാധിക്കുമെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ യാഷ് ചോപ്ര, നമ്മുടെ ആദിത്യ ചോപ്രയുടെ അച്ഛനും കരൺ ഇവരുടെയൊക്കെ യാഷ് ജോഹറിൻ്റെയൊക്കെ ഫാമിലി സുഹൃത്തുക്കൾ, അദ്ദേഹം പറഞ്ഞു ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിൽ കുറേ ഏരിയ എനിക്കൊരു ഓവർസീസൊക്കെ അദ്ദേഹം തന്നെയാണ് ഏറ്റെടുത്തത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ആ പടം എല്ലാം തീർത്ത് 14 കോടി രൂപയാണ് അന്ന് ആ ഒരു സിനിമയുടെ ബഡ്ജറ്റ്. അന്ന് ആ ഒരു സിനിമയ്ക്ക് അത്യാവശ്യം ഒരു ബഡ്ജറ്റ് തന്നെയാണത്. പിന്നെ ഇവരോടുള്ള ബന്ധത്തിൻ്റെ പുറത്തൊക്കെ പല ഒരു റെമ്യൂണറേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഈ സിനിമ ഒരു സ്പെഷ്യൽ പ്രിവ്യൂ അന്ന് ഇവർ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രിവ്യൂ പ്ലാൻ ചെയ്യുന്നത് പ്രിവ്യൂവിൻ്റെ തലേ ദിവസമാണ് കരൺ ജോഹർക്ക് ഒരു ഫോൺ കോൾ വരുന്നതും. അത് കരൺ ജോഹറുടെ അമ്മയാണ് ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തത്. അതായത് ഇത് വിളിച്ചിട്ട് പറഞ്ഞത് ഈ സിനിമ റിലീസ് ചെയ്യരുത്. അത് കറക്റ്റായിട്ട് എനിക്കിപ്പോൾ ഓർമ്മയില്ല, കാരണം ഇത് പലപ്പോഴും പല രീതിയിൽ എൻ്റെ വാർത്തകളൊക്കെ വന്നത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ സിനിമ റിലീസ് ചെയ്തത് നിങ്ങളുടെ മകനെ തട്ടും കൊല്ലും എന്ന രീതിയിലാണ്. അതായത് അതൊരു അണ്ടർവേൾഡ് ഡോൺ ആയിരുന്നു അത് വിളിച്ചിരുന്നത്. അത് അബൂ സലീമിൻ്റെ ആളുകളാണ് അത് വിളിക്കുന്നതെന്നൊക്കെ രീതിയിലൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതേ ദിവസം തന്നെ ബഡേ മിയൻ ചോട്ടെ മിയൻ എന്ന് പറഞ്ഞ് ഗോവിന്ദയും അമിതാഭ് ബച്ചനും അഭിനയിക്കുന്ന ഒരു സിനിമയും അതേ ദിവസം റിലീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ 98 ദീപാവലിക്ക് അതേ വെള്ളിയാഴ്ച തന്നെ റിലീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 സിനിമകളാണ്. അപ്പോൾ ഈ ബഡേ മിയൻ ചോട്ടെ മിയൻ സിനിമയായിട്ട് കണക്ഷൻ എന്തെങ്കിലും ഈ പറഞ്ഞ വിളിച്ച ആളുകൾക്ക് ഉണ്ടോ, അതൊന്നും ഒരു തെളിവും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഇങ്ങനൊരു ഭീഷണി വന്നു. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ പേടിച്ചു കരൺ ജോഹറുടെ. അപ്പോൾ ഇവർ പ്രിവ്യൂവിന്
കരൺ ജോഹർ വരണ്ട എന്ന രീതിയിലേക്കാണ് നിന്നിരുന്നത്. പക്ഷേ കരൺ ജോഹർ ഭയങ്കര ആഗ്രഹമുണ്ട്, തൻ്റെ ആദ്യത്തെ സിനിമയാണ്, വലിയ സെലിബ്രിറ്റീസ് വരുന്നു എന്ന്. ഷമി കപൂർ എന്ന് പറയുന്ന വളരെ സീനിയർ ആയിട്ടുള്ള നടൻ, അദ്ദേഹം ഈ പ്രിവ്യൂ കാണാം എന്ന് ഏറ്റിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ അച്ഛനോടുള്ള, യാഷ് ജോഹറിനോടുള്ള ബന്ധത്തിൻ്റെ പുറത്താണ് ഇവരൊക്കെ വരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും വരുമെന്ന് പറയുമ്പോൾ കരൺ ജോഹർക്ക് പക്ഷേ വഴിയില്ല. അമ്മ പറഞ്ഞു റൂമിലകത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രിവ്യൂ തിയേറ്ററിൻ്റെ തന്നെ ഒരു മുറിക്കകത്തിരുന്നു. ആ സമയത്ത് ഷാറൂഖ് ഖാൻ വരുന്നു. ഷാറൂഖ് ഖാൻ എന്നിട്ട് ഷൂട്ട് ഈ പ്രിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് കരൺ ജോഹറിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവരെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം വീണ്ടും അദ്ദേഹം മുറിക്കകത്ത് പോയി. പിന്നെ പ്രിവ്യൂ ഒക്കെ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം വന്നത്. പിന്നെ അത് റിലീസാവുകയാണ് വെള്ളിയാഴ്ച. അപ്പോൾ ഷാറൂഖ് ഖാൻ പറഞ്ഞു, നീ ഒന്നും കൂടി പേടിക്കേണ്ട, ആരും നിന്നെ ഒന്നും ചെയ്യില്ല, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ഇവരൊക്കെ ധൈര്യം കൊടുത്തു. പ്രത്യേകിച്ച് ഷാറൂഖ് ഖാനൊക്കെ കരൺ ജോഹർക്ക് ധൈര്യം കൊടുത്തു. പിന്നെ ഇതിൻ്റെ റിലീസിന് മുമ്പ് പോലീസൊക്കെ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് യാഷ് ജോഹറും ഭാര്യയും മകൻ കരൺ ജോഹറൊക്കെ ലണ്ടനിലേക്ക് പോയി. പിന്നെ അവർ ലണ്ടനിലാണ്. അപ്പോൾ ഇവർ ലണ്ടനിൽ ചെന്നിട്ട് റിലീസ് ദിവസം ലണ്ടനിലും ആ സിനിമ റിലീസായിട്ടുണ്ട്. അപ്പോൾ ഇവർ ലണ്ടനിൽ ഒരു സാധാരണ ഒരു ലോക്കൽ തിയേറ്ററിലെ സിനിമ കണ്ടു. പക്ഷേ അവിടുത്തെ റെസ്പോൺസ് അത്ര നല്ല റെസ്പോൺസ് അല്ലായിരുന്നു. അപ്പോൾ ഇവർക്കൊരു പേടി. അപ്പോൾ ഇവർ അത്ര ഹാപ്പി അല്ലാതെയാണ് അവർ രാത്രി വന്ന് കിടന്നുറങ്ങിയത്. അങ്ങനെ ഇവർക്ക് പിറ്റേ ദിവസം കോൾ വരണം. നമുക്കറിയാം അമേരിക്കൻ സമയം ഇന്ത്യൻ സമയം. അപ്പോൾ ഇന്ത്യയിൽ പടം ഇറങ്ങി ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ പാതിരാത്രിയോ അതോ പുലർച്ചെ, അമേരിക്കയിലെ ഒരു പുലർച്ചയൊക്കെ ആയപ്പോഴാണ് ആദിത്യ ചോപ്ര കരൺ ജോഹറിനെ വിളിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ പടം ഹിറ്റല്ല, അത് സൂപ്പർ ഹിറ്റും അല്ല, അത് ബ്ലോക്ക് ബസ്റ്ററാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് കരൺ ജോഹർക്ക് സന്തോഷമായത്. അങ്ങനെ കരൺ ജോഹർ അച്ഛനമ്മേനെയൊക്കെ വിളിച്ചു നോക്കിയിട്ട് ഇങ്ങനെ സന്തോഷം പങ്കുവച്ചു. അപ്പോൾ ഏറ്റവും സന്തോഷമായത് കരൺ ജോഹറുടെ അച്ഛൻ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് 1980 ദോസ്താന എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം 18 വർഷം അദ്ദേഹം ചെയ്ത സിനിമകളൊന്നും വിജയമല്ലായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് മറ്റു പല ബിസിനസ്സുകളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ജീവിച്ചു പോയിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം അദ്ദേഹം സിനിമയോടുള്ള സ്നേഹം, കലയോടുള്ള സ്നേഹമാണ് അദ്ദേഹം മറ്റ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെയാണ് ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു അറ്റംപ്റ്റ് രീതിയിൽ അദ്ദേഹം കുറേ പ്രോപ്പർട്ടിയൊക്കെ പണയം വെച്ചും കുറേ കടം മേടിച്ചൊക്കെയാണ് ഫണ്ട് അറേഞ്ച് ചെയ്താണ് അദ്ദേഹം ഈ ഒരു സിനിമയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെ ആ ഒരു സിനിമ വളരെ ഹിറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. അതും സ്വന്തം മകൻ്റെ ആദ്യത്തെ സിനിമ. വളരെ എന്താ പറയുക, അതൊരു കരൺ ജോഹർ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഒരു എന്താ പറയുക ഒരു സന്തോഷമായിരുന്നു അച്ഛനമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു സിനിമയോട് കൂടി കുച്ചു കുച്ചോത്ത എന്ന് പറഞ്ഞ സിനിമ ആ വർഷം ഏറ്റവും കൂടുതൽ ഓടിയ ഒരു സിനിമ. എനിക്കൂടെ ആ വർഷത്തെ ടോപ്പ് സിനിമകളോ ടോപ്പ് 2ാമത്തെ സിനിമയാണ്. ബഡേ മീൻ ചോട്ടേ മീനും കരൺ ജോഹറിൻ്റെ ഈ പറഞ്ഞ കുച്ചു കുച്ചോത്തയുടെ ഒപ്പം തന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ കളക്ഷനിൽ വന്ന ഒരു സിനിമ തന്നെയായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ടാണ് കരൺ ജോഹർ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ ഒരു യാത്ര ആരംഭിക്കുന്നത്.